ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും EVM മെഷീൻ കേടായി, അല്ലെങ്കിൽ പോൾ ചെയ്തതിനൊക്കെ കൂടുതൽ വോട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് BJP ജയിക്കുന്ന സ്ഥലങ്ങളിൽ ദുഷ്പ്രചരണം പതിവാണ്. ഇത്തവണ ഒരു ഓൺലൈൻ പോർട്ടലായ വയർ, കുപ്രസിദ്ധമായ ഓൺലൈൻ പോർട്ടലാണ് BJPക്ക് മഹാരാഷ്ട്രയിൽ ആകെ പോൾ ചെയ്തതിനേക്കാൾ 5 ലക്ഷം വോട്ടുകൾ കൂടുതൽ കിട്ടി എന്നുള്ള ഒരു കള്ളക്കഥയുമായിട്ട് വന്നു. കഥ അവർ പ്രസിദ്ധീകരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ പൊളിഞ്ഞ് പണ്ടാരടങ്ങി നാറി അത് പിൻവലിച്ചോടി. അതെ, 5,04,313 വോട്ട് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ എണ്ണി എന്നാണ് ദ വയർ, സിദ്ധാർത്ഥ വരദരാജൻ ഫൗണ്ടറായിട്ടുള്ള ഓൺലൈൻ പ്രസിദ്ധീകരണമാണത്. അല്ല, നമ്മുടെ മലയാളത്തിലെ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. മലയാള പത്രങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ റിഗ് ചെയ്തതാണ്. അതെ, BJPക്ക് വലിയ വിജയമാണല്ലോ ഉണ്ടായത്. അപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പൊളിക്കണം എന്ന് ഈ സോറോസ് സംഘം വിചാരിച്ചു. സോറോസ് ഭക്തജന സംഘം അതിൽപ്പെട്ട ആളാണല്ലോ സിദ്ധാർത്ഥ വരദരാജനും. അമേരിക്കൻ പൗരത്വവും ഉണ്ടെന്നാണ് തോന്നുന്നത്. സുബ്രഹ്മണ്യൻ സ്വാമി ഈ സിദ്ധാർത്ഥ വരദരാജൻ ഹിന്ദുവിൻ്റെ എഡിറ്ററായപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് എൻറാമിനൊക്കെ കത്തെഴുതിയിരുന്നു, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ അമേരിക്കൻ പൗരത്വമുള്ള ഇയാളെ പിടിച്ച് എഡിറ്ററാക്കിയിരിക്കുന്നത്? അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ നിയമപരമായിട്ട്. അതെ, അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ അവിടെ ജോലി ചെയ്യുന്ന കാലത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. അങ്ങനെ പൗരത്വം ഉണ്ടെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ചതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സമയത്ത് കത്തുകളൊക്കെ ധാരാളം എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ സിദ്ധാർത്ഥ വരദരാജനെ അവരെടുത്ത് മാറ്റുന്നുണ്ടല്ലോ ഹിന്ദുവിൽ നിന്ന്. അല്ല, ഈ വാർത്തയോടുകൂടി അദ്ദേഹം ഒരു തനിനിറം കൃഷ്ണൻ നായരായിട്ട് മാറി. ഇതിനു മുമ്പും പലതും ഇങ്ങനെ നിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട് വയറിന്. അപ്പോൾ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ 5,04,313 വോട്ട് എന്ന് പറയുന്നത് തപാൽ വോട്ടുകളായിരുന്നു. ഈ പോസ്റ്റൽ ബാലറ്റ്. ആ സംഗതി പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് EVM മെഷീനിൽ നിന്ന് എണ്ണുന്ന ഇതാണ്. അതിൻ്റെ അകത്ത് ഇത് ചേർത്തിട്ടില്ല വയറ്. അപ്പോൾ ആകെ വരുന്നത് 288 മണ്ഡലത്തിൽ 6,40,88,195 വോട്ടാണ്. അത് EVM-ൽ കിട്ടുന്ന ഡാറ്റയാണ്. അപ്പോൾ EVM-ൻ്റെ ഡാറ്റയിൽ വയറ് ഈ പോസ്റ്റൽ ബാലറ്റ് കൂട്ടിയില്ല. EVM-ൽ കൂട്ടില്ലല്ലോ. EVM എണ്ണുന്നത് വേറെയാണ്. ശരിക്കും ആകെ എണ്ണുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞാൽ തപാൽ വോട്ടുകൾ പ്ലസ് EVM വോട്ടുകളാണ്. അതെ, ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതൽ വോട്ട് എന്ന് പറയുന്നത് ഈ തപാൽ വോട്ടായിരുന്നു. 5,04,313. അത് വരവ് വെച്ചില്ല. അത് കൂടുതൽ വോട്ടായിട്ട് അത് വേറെയാണല്ലോ. EVM വോട്ടിൻ്റെ കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. തപാൽ വോട്ട് വേറെയും പറഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷേ അത് മറച്ചു വെച്ചു. അത് കൂടുതൽ വോട്ടാണ് എന്ന് ഇവര് ചിത്രീകരിച്ചു റിപ്പോർട്ടിൽ. ഈ 5 ലക്ഷം വോട്ട് എന്ന് പറയുന്ന തപാൽ വോട്ട് അതും കൂടി എണ്ണിയാലാണ് ഈ 6 കോടി എന്നൊക്കെ ഉള്ളത് വരുന്നത്. അപ്പോൾ മൊത്തം വോട്ടായിട്ട് അവർ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. EVM-ൻ്റെത് തപാൽ വോട്ട് എന്നുള്ളത് കൂടുതൽ എണ്ണിയതായിട്ടും പറഞ്ഞു. ഒരു വ്യാജ പ്രചരണം നടത്തി. അപ്പോൾ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് വന്നിട്ടുണ്ട്. മറ്റേ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ തപാൽ വോട്ടാണ് ഇത് എന്നുള്ളത് അവർ മറച്ചു വെക്കുകയും ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ അടിസ്ഥാനരഹിതമാണ്, മിസ്ലീഡിങ്, ഇനാക്കുറേറ്റ് എന്ന് പറഞ്ഞു. കൃത്യമല്ല, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതും ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് റിപ്പോർട്ടിൽ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, ചില മണ്ഡലത്തിലെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് എല്ലാ വരിയും ആൻസർ ചെയ്ത് വിശദീകരിച്ചൊരു നീണ്ട വിശദീകരണക്കുറിപ്പ് ഇലക്ഷൻ കമ്മീഷൻ ഇറക്കി. അപ്പോൾ പൊളിഞ്ഞു പോയി എന്നുള്ളത് മനസ്സിലായി. നമ്മൾ നോക്കുമ്പോൾ ഈ ലാപ്ടോപ്പിൽ നിന്ന് ഈ സംഗതി ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു വാർത്ത മൊത്തം. പക്ഷേ മൊബൈലിൽ ഇത് കിട്ടുന്നുണ്ടായിരുന്നു ഈ സംഭവം, വയറിൻ്റെ വാർത്ത.
കുറേ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പുലിവാലാണെന്നൊക്കെ മനസ്സിലായിട്ട് ഈ സിദ്ധാർത്ഥ് വരദരാജൻ എഡിറ്ററുടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് വിശദീകരിച്ചതനുസരിച്ചിട്ട് ഞങ്ങൾ ഈ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് കണക്കുകളൊക്കെ മാറ്റിയിട്ട് പിന്നെ എന്തൊരു 33,000 കണക്ക് വരുന്ന ഒരു ശീർഷകവും വെച്ചിട്ട് തടി തപ്പുന്ന ഒരു റിപ്പോർട്ട്. ഇവിടുത്തെ മാപ്രകളെക്കാൾ കഷ്ടമാണ് ഇംഗ്ലീഷ് മാപ്രകൾ എന്ന് വരുത്തുന്ന വിധത്തിലുള്ള ഒരു വിശദീകരണക്കുറിപ്പോടുകൂടി സംഗതി പിൻവലിക്കാമായിരുന്നു. അതായിരുന്നു മര്യാദ. അതെ അതെ, പൊളിഞ്ഞു പോയ അവർ പിൻവലിക്കല്ല, അവരൊരു നാരേറ്റീവ് ഉണ്ടാക്കാൻ നോക്കിയതാണ്. മഹാരാഷ്ട്രയിലെ വലിയ ഭിന്നുന്ന വിജയം, വീണ്ടും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് അതിദയനീയമായി തോറ്റു. മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അതെ, 15 സീറ്റോ മറ്റാ കിട്ടിയല്ലേ. രാഹുൽ ഗാന്ധി വലിയ സംഭവമാണെന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്ക് വീട് നെല്ലോ കിടക്കുന്നു എന്ന് തകർന്നണിഞ്ഞ് കിടക്കുന്നത് പറയാനുള്ള വൈക്ലഭ്യമുണ്ട്. മഹാരാഷ്ട്രയിൽ എന്തോ വലിയ അട്ടിമറി നടന്നു എന്ന് മനഃപൂർവ്വം സ്ഥാപിക്കാൻ ശ്രമം നടത്തിയതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ അവർ വിശദീകരിച്ചിരുന്നു, മോക്ക് പോൾ നടത്തിയിട്ട് അതിൻ്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്യാത്ത ചില മെഷീൻസ് ഉണ്ടായിരുന്നു, EVM മെഷീൻ, അത് എണ്ണിയിട്ടില്ല. പിന്നെ ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതും എണ്ണിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും മെഷീനിൽ പോൾ ചെയ്ത മുഴുവൻ വോട്ടുകൾ എണ്ണിയിട്ടില്ല. ടെക്നിക്കലി നോക്കുമ്പോൾ എണ്ണിയിട്ടില്ല. അഴിമതിയല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ ഡിഫറൻസ് ഉണ്ടാക്കില്ല. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നോക്കുമ്പോൾ, ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം നോക്കുമ്പോൾ ഇത് വളരെ നെഗ്ലിജിബിൾ ആണ്. ഒരിടത്ത് 5000 വോട്ടിൽ ലീഡുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിൽ പോൾ ചെയ്ത 2-3 വോട്ട് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ എണ്ണാതിരിക്കുക ചെയ്തത്. കൂടുതൽ എണ്ണുകയല്ല, ചിലത് എണ്ണാതിരിക്കുകയാണ് ചെയ്തത്. അത് 10 വോട്ട് 50 വോട്ട് ഇതൊക്കെ ആ ബൂത്തിലെ ഏജന്റുമാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഈ അവസാനത്തെ വോട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് 66.05% അത് 6,40,88,195 വരും. സ്ത്രീകൾ ഇത്ര 3 കോടി, മെയിൽ ഇത്ര 3 കോടി, പിന്നെ 1,820 അതേഴ്സ്. എന്നിട്ടും എണ്ണിയത് ഇത്രയാണ്, 5 ലക്ഷത്തിൽ ഇത്ര കൂടുതലാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് 8 മണ്ഡലത്തിൽ എണ്ണിയത് പോൾ ചെയ്തതിനേക്കാൾ കുറവ് എന്ന് പറയുന്നുണ്ട്. 280 മണ്ഡലത്തിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതലാണ് ഇവരുടെ റിപ്പോർട്ടാണ്. അഷ്തി എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ 4,538 വോട്ടുകൾ കൂടുതൽ എണ്ണി. ഉസ്മാനാബാദിൽ 4,155 വോട്ട് കൂടുതൽ എണ്ണി. വയറിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഈ അഷ്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് തപാൽ വോട്ടായിരുന്നു 4,538. ഉസ്മാനാബാദിൽ തപാൽ വോട്ട് 4,155. അതാണ് ഈ കൂടുതൽ എന്ന് പറഞ്ഞത്. സംഖ്യ സെയിമാണല്ലോ, തപാൽ വോട്ട് കൺസിഡർ ചെയ്യുന്നില്ല, വയറ് അങ്ങനെയാണ് വന്നത്. അല്ല, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇതിനെ അട്ടിമറിക്കാനും ഡിഫെയിം ചെയ്യാനും അതിനകത്ത് ജനവിധി അങ്ങനെ അല്ലായിരുന്നു സ്ഥാപിക്കാൻ കുറേ ശ്രമം നടത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു ഇവാഞ്ചലിസ്റ്റ് KA പോൾ, പേര് കേട്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. ഇവാഞ്ചലിസ്റ്റിന് എന്ത് കാരണമെന്ന് അറിയാൻ പറ്റില്ല. അയാൾ വീണ്ടും ഈ EVM മെഷീനുകൾ മാറ്റണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ചെന്നു. സുപ്രീം കോടതി ഓടിച്ചു. സുപ്രീം കോടതി ചോദിച്ചു, അപ്പോൾ ഇയാൾ പറഞ്ഞു ആന്ധ്ര മുഖ്യമന്ത്രി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റാണെന്ന്. ഒരു തവണ ഞങ്ങൾ തള്ളിയതാണല്ലോ. അല്ല, ചന്ദ്രബാബു നായിഡു പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ മെഷീൻ കേടാണെന്ന്. ഇയാൾ ആന്ധ്രയിൽ നിന്നാണല്ലോ, അയാൾ പറഞ്ഞു. ഉടനെ കോടതി ചോദിച്ചു, അല്ല ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു തോറ്റപ്പോൾ ചന്ദ്രബാബു നായിഡു പറഞ്ഞു മെഷീൻ കേടാണെന്ന്. ഇപ്പോൾ ജഗൻ തോറ്റപ്പോൾ ജഗൻ പറയുന്നു മെഷീൻ കേടാണെന്ന്. ചന്ദ്രബാബു നായിഡു ജയിച്ചപ്പോൾ ചന്ദ്രബാബു നായിഡു ഒരു പ്രശ്നമില്ല, ജഗൻ ജയിച്ചപ്പോൾ ജഗനും പ്രശ്നമില്ലായിരുന്നു. തോൽക്കുമ്പോഴാണോ നിങ്ങൾക്ക് EVM കേടാവുന്നത്? ഈ ചോദ്യം സത്യത്തിൽ രാഹുൽ ഗാന്ധിയോടുള്ള ചോദ്യമാണ്, ഗാർഖയോടുള്ള ചോദ്യമാണ്. ഗാർഖെ എന്താ പറഞ്ഞത്? EVM മെഷീൻ വേണമെങ്കിൽ അമിത്ഷായുടെ മോദിയുടെ വീട്ടിൽ കൊണ്ടുപോകട്ടെ. ജാർഖണ്ഡിൽ EVM മെഷീനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. മഹാരാഷ്ട്രയിൽ ശരിയല്ല. മഹാരാഷ്ട്രയിൽ ആ സ്വരാ ഭാസ്കർ എന്ന് പറഞ്ഞൊരു സ്യൂഡോ സെക്കുലർ കഥാപാത്രം ഉണ്ടല്ലോ, അവരുടെ ഭർത്താവ് തോറ്റുപോയി. അവിടെ EVM മെഷീൻ ശരിയല്ല, ശരിയല്ല എന്ന് അവർ പറഞ്ഞു. മെഷീൻ ശരിയല്ലാത്തതുകൊണ്ടാണ് ഇത് പറ്റിയത് എന്തൊക്കെയോ എന്നിട്ട് കണക്കും പറയുന്നുണ്ടായിരുന്നു. ഈ വയറെന്ന് പറഞ്ഞ ഈ പ്രസിദ്ധീകരണം ഉണ്ടല്ലോ, സ്യൂഡോ സെക്കുലർ, സിദ്ധാർത്ഥ വരദരാജൻ്റെ, ലോക്സഭാ കാലത്തും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് അവർ ഉദ്ധരിച്ചിരുന്ന അന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്
സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്തിട്ടുണ്ട്. 5-6% വോട്ടിൻ്റെ അകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നൊക്കെ. ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ശാസ്ത്രി സോറോസിൻ്റെ അവിടെ അവരുടെ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള ആളാണ് ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞ് കർണാടകയിൽ ജോലി ചെയ്തിരുന്ന ആൾ. ഇതുപോലെ 2022 നവംബറിൽ അമിത് മാളവ്യയ്ക്ക് ഇൻസ്റ്റയിൽ വലിയ സ്വാധീനമുണ്ട്. അമിത് മാളവ്യ എന്ന് പറഞ്ഞാൽ IT സെൽ മേധാവി BJPയുടെ. അദ്ദേഹത്തിന് ഇൻസ്റ്റയിൽ വലിയ സ്വാധീനമുണ്ട്. ഇൻസ്റ്റയിൽ പല കണക്കും ഇയാൾ പറയുന്നതാണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വയറൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു. അത് പിൻവലിക്കേണ്ടി വന്നു. അമിത് മാളവ്യ വയറിന് വേണ്ടിയിട്ടാണ് വയറിതൊക്കെ ചെയ്യുന്നത്. അതെ, അവർക്ക് സോറോസ് കൊടുക്കുന്ന സംഭാവന കൊണ്ടൊക്കെ ഓരോ വാർത്തകൾ ചെയ്തു. 2022 ജനുവരിയിൽ അതിഭീകരമായ ഒരു വാർത്ത ഇവര് പ്രസിദ്ധീകരിച്ചു. ടെക് ഫോഗ് എന്നൊരു ആപ്പുണ്ട്. ഇവര് പ്രസിദ്ധീകരിച്ചിരിക്കുക. സുനിൽ കേട്ടിട്ടുണ്ടോ ടെക് ഫോഗ് എന്ന്? ഇങ്ങനൊരു ആപ്പുണ്ട്. BJPക്ക് ഈ ആപ്പ് കൊണ്ട് ഇവർ പ്രസിദ്ധീകരിച്ച വാർത്തയാണ്. ടെക് ഫോഗ് എന്നുള്ള ആപ്പ് BJPക്ക് ഉണ്ട്. ഇത് വെച്ചിട്ട് ഇവർക്ക് ട്വിറ്റർ, FB, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം ഇതിൻ്റെയൊക്കെ സംവിധാനങ്ങളിൽ കടന്നു കയറാൻ പറ്റും എന്നൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു. കംപ്ലീറ്റ് വ്യാജം. ടെക് ഫോഗ് എന്ന് പറഞ്ഞൊരു ആപ്പേ ഇല്ല. ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ആപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് BJPയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലേക്കും ഈ സോഷ്യൽ മീഡിയ നടത്തുന്ന ആളുകളൊക്കെ മണ്ടന്മാരാണോ? ഈ ഫേസ്ബുക്ക് നടത്തുന്ന സുക്കർബർഗും ഒക്കെ മണ്ടനാണോ? ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ അവർക്ക് അവരല്ലേ ആദ്യം പറയും. അവർ പറഞ്ഞിട്ടല്ലേ വയറിനൊരു റിപ്പോർട്ട്. ഇത് എവിടുന്ന് കിട്ടി? ചിലപ്പോൾ വയറ് മണ്ടന്മാരാണെന്നുള്ള ബോധ്യമുള്ള ചിലപ്പോൾ BJPക്കാർ തന്നെ പ്ലാൻ ചെയ്തായിരിക്കും. ഒരു മണ്ടത്തരം പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരാം. തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തിട്ട് വാർത്ത ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ ഇവർ അച്ചടിച്ചുകൊണ്ടിരിക്കും. അച്ചടിക്കുന്നില്ല, ഓൺലൈനാണ്. എപ്പോൾ വേണമെങ്കിലും എടുത്ത് കളയാം. അങ്ങനെയാണ് സംഭവം. ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞു, തോറ്റമ്പി നാണം കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഓരോ ആളുകളെ ഉപയോഗിച്ച് നടത്തുന്ന ചില പൊറാട്ട നാടകങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൽ വീണ്ടും പരാജയപ്പെട്ടു. സുപ്രീം കോടതി ചെന്ന് സുപ്രീം കോടതി ആ ഇവാഞ്ചലിസ്റ്റ് പോളിനെ ഓടിച്ചു. ഇവിടെ വയറെന്ന് പറയുന്ന അവർ വെറും വയറ്റപ്പിഴപ്പിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. വയറ് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലും കുറേ ആളുകൾ വലിയ സന്തോഷത്തിൽ ഇത് പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഒറിജിനൽ വെർഷൻ വന്ന് വയറ് തിരുത്തിയെന്നുള്ളതൊന്നും പത്രത്തിലൊന്നുമില്ല. അല്ല, എന്താണ് ABC മലയാളം ഈ വയറിൻ്റെ ഈ വാർത്ത കൊടുക്കാത്തതെന്നൊക്കെ ചോദിച്ച് ചില കമൻറ്റുകളും ഞാൻ കണ്ടിരുന്നു. അതെ, ഇപ്പോൾ നമ്മൾ കൊടുത്തു. ഇപ്പോൾ കൊടുത്തല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.